നമ്മളിപ്പം ക്രിസ്മസിന് ടൗണിൽ കുറേ സ്ഥലത്ത് KSRTCയിലും പല സ്ഥലങ്ങളിലായിട്ട് ഈ അമ്മമാരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. ഭയങ്കര ഒരു നല്ല സപ്പോർട്ടാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവരെയൊക്കെ ഈ പ്രായത്തിലാണ് ഇവരുടെ കഴിവുകളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾ ഇവരെ പ്രസന്റ് ചെയ്യാൻ ലോകത്തിന് മുമ്പിൽ. ഒൻപത് സൈക്കാട്രി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന അമ്മ 104 കിലോ വെയിറ്റോട് കൂടി ഇവിടെ വന്ന അമ്മ ഇപ്പോൾ ഒരു സൈക്കാട്രി മെഡിസിൻ പോലും കഴിക്കുന്നില്ല. വെയിറ്റ് 56 കിലോയിലേക്ക് മാറി. അപ്പോൾ ഇവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. നമസ്കാരം. അഗതി മന്ദിരം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി മാറ്റിമറിക്കുകയാണ് കോട്ടയത്തെ സ്നേഹക്കൂട്. ഇപ്പോൾ ഇവിടെ എത്തിയാൽ കുറച്ചധികം സെലിബ്രിറ്റികൾ താമസിക്കുന്ന സ്ഥലമെന്ന് വേണം പറയാം. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. നമ്മളിവിടെ എത്തിയാൽ തന്നെ നമ്മളും സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്മസിന് കുറേ ചേടത്തിമാർ ഡാൻസ് കളിച്ച് വൈറലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരിയായ നിശ്ചയിച്ച് നമുക്കൊപ്പമുണ്ട്. ചേച്ചി, എന്താണ് സ്നേഹക്കൂടിലെ പുതിയ വിശേഷം? സ്നേഹക്കൂടിൽ എന്നും വിശേഷങ്ങളാണ്. ഇപ്പം ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ചട്ടയും മുണ്ടുമൊക്കെ എടുത്തിട്ട് വെറൈറ്റി ആയിട്ട് ഡാൻസ് എൻ്റെ ചേച്ചിയാണ് മെയിനായിട്ടും പഠിപ്പിച്ചത്. ഞാനിവിടെ ഒപ്പം ചേർന്ന്, അപ്പം എൻ്റെ ചേച്ചിയുണ്ട് ആശ, അപ്പം ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇവരെ ഈ പ്രായത്തിൽ ഇവരിത്രയും നല്ല മെമ്മറിയോട് കൂടി ഓർത്ത് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പഠിപ്പിക്കാൻ ആദ്യമൊക്കെ കുറച്ച് മെനക്കെടുന്നെങ്കിലും പക്ഷേ ഭയങ്കര സക്സസ് ആണ് ശരിക്കും ഇവരുടെ ഈ ഡാൻസ് പെർഫോമൻസ്. നമ്മളിപ്പം ക്രിസ്മസിന് ടൗണിൽ കുറേ സ്ഥലത്ത് KSRTCയിലും പല സ്ഥലങ്ങളിലായിട്ട് ഈ അമ്മമാരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. ഭയങ്കര ഒരു നല്ല സപ്പോർട്ടാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 6 പേരുണ്ടല്ലേ? ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ തങ്കമ്മച്ചി ഇവിടുത്തെ മഞ്ജുവാരനായിട്ടൊക്കെ ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ കാണുന്ന മുഖമാണ്. ഭയങ്കര സെലിബ്രിറ്റിയാണ്. ഒരുപാട് റീൽസിൽ അഭിനയിക്കുന്ന അമ്മയാണ്. ഇത് കനകമ്മ അമ്മയും ഒപ്പ നല്ല അടിപൊളിയായിട്ട് റീൽസ് ചെയ്യുന്ന അമ്മയാണ്. കുഞ്ഞിക്കൂനൊക്കെ ചെയ്ത് വൈറലായിട്ടുള്ളത് കനകമ്മച്ചിയാണ്. പിന്നെ സരസമ്മയമ്മ, പിന്നെ നമ്മുടെ ഷീലാമ്മ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നു. നമ്മുടെ അമ്മണിയമ്മ, തങ്കമ്മച്ചി, അങ്ങനെ എല്ലാവരും തന്നെ ഭയങ്കര നല്ല സെലിബ്രിറ്റികളാണ്. ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം ഈ ചട്ടം കൊണ്ട് വിട്ടു ഇരിക്കുകയാണ്. എവിടേക്ക് പോകാനാണ്? ഇവരുടെ ഡാൻസ് പെർഫോമൻസ് പ്രാക്ടീസും ഒക്കെയാണ്. ഇത് ചട്ടമുണ്ടൊക്കെ എടുത്തിട്ടാണ് മിക്കവാറും നമ്മൾ ഈ ഡാൻസിന്റെ പെർഫോമൻസ് ചെയ്യുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനിയും നമുക്ക് പ്രോഗ്രാംസ് കുറച്ചും കൂടി ഉണ്ട് മുന്നോട്ട്. അപ്പോൾ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത കാർ ഗ്രീൻ റെസ്റ്റോറൻറ്റിൽ ഒരു ഇവന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം വരുന്ന സൺഡേ നമ്മുടെ അമ്മമാർ അവിടെ പെർഫോം ചെയ്യുകയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ പലരും ഉപേക്ഷിച്ച് അവഗണിക്കപ്പെട്ട് പുറത്തായ കുറച്ചധികം അമ്മമാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും അവരെ കാണുന്ന ആളുകൾ അവരുടെ കഴിവുകളെ ഈ പ്രായത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായ ഞാനും എൻ്റെ ഹസ്ബൻഡ് അനുരാജേട്ടനും എൻ്റെ ചേച്ചി ആശയും ഒക്കെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ശരിക്കും ഒരു ഇവരെ വേറൊരു രീതിയിലേക്ക് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റീൽസുകളും. അച്ഛന്മാരും ഉണ്ട്, അമ്മമാരൊക്കെയുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ട് ഇവർക്കൊക്കെ. 89 വയസ്സിൽ ഒക്കെ ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ വീട്ടുകളിൽ അമ്മമാർ 80-89 ഒക്കെ എണീറ്റ് നിൽക്കുക പോലും ചെയ്യത്തില്ല. അപ്പോൾ ഇവർ ഇത്രയും ഡാൻസ് കളിക്കുകയും പെർഫോമൻസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ അപ്പച്ചന്മാർ 85-86 വയസ്സുള്ള വർഗീസച്ചനൊക്കെ നല്ല അടിപൊളിയായിട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഈ ഡയലോഗുകളൊക്കെ കാണാതെ പഠിക്കാനും പറയാനും ഒക്കെ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ വേണം. അപ്പോൾ ഇവരെയൊക്കെ ഈ പ്രായത്തിലാണ് ഇവരുടെ കഴിവുകളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾ ഇവരെ പ്രസന്റ് ചെയ്യാൻ ലോകത്തിന് മുമ്പിൽ. ശരിക്കും ഇവരെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുക അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള അങ്ങനെ ആണല്ലോ ആ സായം വേളയിൽ. അപ്പം അതിനുപരി ഇപ്പം ചേച്ചി ഇവരെ ഇതുപോലെ പെർഫോമൻസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം എങ്ങനെയാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഇത് ശരിക്കും ഞങ്ങളൊരു 2-3 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രായമുള്ള അച്ഛനമ്മമാരുടെയൊക്കെ റീൽസ് കണ്ടിട്ടാണ് ഞങ്ങളും ഇങ്ങനെ നമ്മൾ അച്ഛനമ്മമാരുടെ മാനസികമായിട്ടുള്ളൊരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്താമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മുടെ ഗോഡ് ഫാദറിലെ 500 ഉൾപ്പെടെ ഒരുപാട് കഥാപാത്രങ്ങൾ 1 മില്യൺ 2 മില്യൺ ഒക്കെ കുതിരവട്ടം പപ്പും ഒക്കെ ആയിട്ട് 1 മില്യൺ 2 മില്യൺ ആളുകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പം പിന്നെ അതുവഴി ഇവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടൊരു ചേഞ്ച് വളരെ വലുതാണ്. ഇപ്പോൾ ഷീലാമ്മ തന്നെ 9 സൈക്കാട്രി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന അമ്മ 104 കിലോ വെയിറ്റോട് കൂടി ഇവിടെ വന്ന അമ്മ ഇപ്പോൾ ഒരു സൈക്കാട്രി മെഡിസിൻ പോലും കഴിക്കുന്നില്ല. വെയിറ്റ് 56 കിലോയിലേക്ക് മാറി. അപ്പോൾ ഇവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് ഓരോ ദിവസവും രാവിലെ എണീറ്റിട്ട് പുതിയ ഡാൻസ് പ്രാക്ടീസ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഇവരിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയുള്ള റീൽസ് ഒക്കെ ഇറങ്ങി ഇവരെ ഇതുപോലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ സപ്പോർട്ട് സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ വളരെ നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രായമുള്ള അമ്മമാരുടെ ഇത് നെഗറ്റീവായിട്ട് കാണുന്ന സമൂഹത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ അമ്മമാരെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രോത്സാഹനമാണ് സമൂഹത്തിൽ നിന്നും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സ്റ്റെപ്പ് മുന്നോട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം ഞാൻ ചേച്ചിയെ അറിയുന്നത് ഈ അമ്മമാരെ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ട് തട്ടുകട നടത്തുന്ന അല്ലെ, അവിടെ എവിടെയാണ് കളത്തിപ്പടി, അതേപറ്റി കളത്തിപ്പടിയിൽ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ട് തട്ടുകട നടത്തിയിട്ടുണ്ട്, പച്ചക്കറി കട നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കോവിഡ് സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ 10 വർഷത്തോളമായിട്ട് വാടക ബിൽഡിങ്ങിൽ നിന്ന് നമ്മളിപ്പോൾ സ്വന്തം സ്ഥലത്തേക്ക് വന്നു. സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റി. 7 മാസമായിട്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. അമ്മമാരെല്ലാം ഇവിടെ അവർക്ക് കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി നമുക്ക് മാറാൻ സാധിച്ചു. അതൊക്കെ സമൂഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. അത് നമുക്കൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വഴികൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്നവർ ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്, അല്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായ പരിവർത്തനമൊക്കെ ആദ്യമൊക്കെ ശരിക്കും ഈ വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇതുപോലെ പ്രശ്നങ്ങളിൽ വരുന്ന അച്ഛനമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും മക്കളെ ഓർത്ത് വിഷമിക്കുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് വേറൊരു വൈബെന്ന് പറയാം. ഇപ്പം ശരിക്കും നമ്മുടെ പിള്ളേർ പറയുന്ന ഭാഷയിൽ പറയണ ഇത് വേറൊരു വൈബിലേക്ക് ഇവരെത്തുമ്പം ഇവരെ മാനസികമായിട്ട് മാറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഒന്നും ഓർക്കാൻ ഒന്നിനും സമയമില്ലാത്ത രീതിയിൽ രാവിലെ മുതലേ ഇവർ ആക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഓരോരോ പ്രോഗ്രാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ മൈൻഡ് അങ്ങനെ ഇപ്പം പ്രശ്നങ്ങളിൽ പെട്ടു വന്ന അമ്മമാരാണ് ഇവരൊക്കെ ആദ്യം മക്കളെ ഓർത്ത് കരഞ്ഞിരുന്ന അമ്മമാരാണ്. ഇന്ന് അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം അവരെത്രമാത്രം ഹാപ്പിയാണെന്ന്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരാൻ നമുക്ക് ഇവരെ സാധിക്കുന്നുണ്ട്. ഇവരുടെ ഈ പോസിറ്റീവ് എനർജിയെ കണ്ടിട്ട് ഈ ഒരുപക്ഷെ ഈ മക്കളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ, ആരെങ്കിലും തേടി വരാറുണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു 2-3 വർഷം മുമ്പ് ഇവിടെ വന്ന ഒരമ്മ 3 മക്കളുള്ള അമ്മയാണ്. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട് വന്ന അമ്മ ഈ റീൽസിലൊക്കെ അഭിനയിച്ച് കുറച്ച് ഫേമസ് ആയപ്പം മക്കൾ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അമ്മ ഹാപ്പിയായിട്ട് മക്കളോടൊപ്പം ഇപ്പം ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന അമ്മമാരുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഇപ്പോൾ സിനിമയിൽ അവസരങ്ങൾ, ഇപ്പം കുറച്ച് പേർക്ക് സിനിമയിൽ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സിനിമയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നമുക്കൊരു അഭിമാനമാണ്. ഇവർ തമ്മിലുള്ളൊരു മാനസികമായ ഐക്യം എങ്ങനെയാണ്? ഇവർ പ്രായമുള്ളവരായതുകൊണ്ട് എല്ലാവരുടെ ഇടയിലുള്ള പോലെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇടപെടാൻ പറ്റാത്ത വഴക്കുകളാണ്. കാരണം അവർ വഴക്കിട്ടൊരു 5 മിനിറ്റിനുള്ളിൽ പിന്നെ ഇവർ കൂടും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരേ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് അവരുടെ കഥകൾ പങ്കുവയ്ക്കാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ ഉള്ളൊരു വലിയൊരു കൂട്ടായ്മയല്ലേ. അപ്പോൾ അത് അവർക്ക് വളരെ ഹാപ്പി തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള അവരുടെ ഇടയിൽ തന്നെ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ. അത് പ്രായത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഡാൻസ് ഒക്കെ കളിച്ച് വൈറലായി നിൽക്കുകയല്ലേ, കണ്ടിരുന്നോ വീഡിയോ കണ്ടിരുന്നു. സന്തോഷം. എങ്ങനെയത് പഠിച്ചതൊക്കെ? പഠിച്ചെടുത്ത് നിഷമോള് പഠിപ്പിക്കും. അപ്പം കാണിച്ചു തരുന്ന പോലെയല്ല ഞങ്ങൾ പഠിക്കും. ഞങ്ങൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടുള്ളവരല്ല, ഇവിടെ വന്നാണ് ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത്. അപ്പം ഇവിടെ സന്തോഷമാണോ? സന്തോഷം. ഒരുപാട് പേര് ഡാൻസ് കണ്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാരും കമന്റ് പറയുന്നുണ്ട്. കണ്ടിട്ട് വരുന്നവരാ ലക്ഷങ്ങള് കമന്റ് ആയിട്ടിരിക്കുക. വളരെ സന്തോഷം. ഡാൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് പോലും എന്താണെന്ന് എനിക്കറിയില്ല. 65 വയസ്സുണ്ട് ഇപ്പോൾ. പക്ഷെ ഇവിടെ വന്ന് 2 പെൺമക്കളോട് കൂടി ഞങ്ങളെ ഇത്രയാക്കി വൈറലായി. സന്തോഷം. എന്താ അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് സരസമ്മ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഡാൻസ് എല്ലാം പഠിപ്പിച്ച 2 മക്കളുണ്ട് ഞങ്ങളെല്ലാം പഠിപ്പിക്കാൻ. പല പ്രാവശ്യം കാണിച്ചു തരും. ഞങ്ങൾ പല പ്രാവശ്യം തെറ്റിക്കും, പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഹിറ്റായി. എൻ്റെ പേര് കനകമ്മ. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഡാൻസൊക്കെ മുന്നോട്ട് പോകുന്നത്. മോള് പഠിപ്പിച്ചു തരും, ഞങ്ങളത് കാണിക്കും. ഇപ്പം ലോകം മൊത്തം കാണാനുള്ള അവസരത്തിൽ മോളുടെ കഴിവ് വളർന്നിരിക്കുന്നു. അത് മോളുടെ കഴിവാണ് ഞങ്ങളുടെ കഴിവ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ 2 വർഷത്തിനിടയ്ക്ക് നല്ല ആക്ടിവിറ്റീസ് അന്നൊക്കെ നടത്തുന്നതും ഈ 2 മക്കളാണ് എന്നെ ചെയ്യാൻ പഠിപ്പിച്ചതും. എനിക്ക് ഈ ഡാൻസുകളോ പാട്ടുകളോ ഒന്നും അറിയാൻ മേല. അത് ഇവിടെ വന്നപ്പോഴാണ് എല്ലാം ചെയ്യാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. ഇപ്പം മുന്നോട്ടായി തന്നെ ചെയ്യണമെന്നും പഠിക്കണമെന്നും ആഗ്രഹമുണ്ട്. അത് ഈ മക്കൾ തന്നെ ഞങ്ങളെ അങ്ങേയറ്റത്തോളം ആക്കും. അവർക്കൊരു നന്മ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പറയുന്നു. റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? നന്മ ഉണ്ട്. മെയിനായിട്ട് ഇതാരാ ചെയ്യുന്നത്? കുതിരവട്ടം പപ്പു. പിന്നെ ഇപ്പം ശാലം റീൽസ് എടുക്കാനുണ്ട്. അങ്ങനെ നിൽക്കുന്നു. അന്നേരത്തേക്ക് ഇപ്പം ഈ സാഹചര്യത്തിൽ നിങ്ങൾ വന്നതുകൊണ്ട്
ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു. സന്തോഷമാ. സന്തോഷം. സിനിമയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമില്ലേ? സിനിമ കാണുന്നത് അത്ര ഇതല്ല, എങ്കിലും ഇവിടെ വന്നപ്പോൾ പോകാതിരിക്കാനൊക്കെ ഇല്ല, അതുകൊണ്ട് പോകുന്നു. ഇത് ഞാനിപ്പോൾ വന്നിട്ട് 7 മാസത്തോളം ആകുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത്. കാരണം വീട്ടിൽ നമുക്ക് മനസ്സമാധാനം ഇല്ല വന്നപ്പോൾ ഞാൻ തന്നെയെ തീരുമാനമെടുത്ത് ഇങ്ങനെ ഇവിടെ തന്നെ വരണമെന്ന് തീരുമാനമെടുത്ത് അതിങ്ങനെ ഞാനിവിടെ വന്നു ചേർന്നു 3-4 ദിവസമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ എന്നെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ആ അവസ്ഥയൊക്കെ മറക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ ഇവർ പറയുന്നതനുസരിച്ച് കൂടുതൽ പിന്നെ മനസ്സോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എനിക്കിപ്പം വളരെ വിജയകരമായിട്ട് ഈ പരിപാടി ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു അനാഥ മന്ദിരമല്ല, ഞങ്ങളുടെ തറവാടാണ്. സ്നേഹക്കൂട് എന്ന പേര് തന്നെ അർത്ഥവത്താക്കി മാറ്റുകയാണ് ഇവരെല്ലാവരും ചേർന്ന്. ഇവരുടെ ഈ സന്തോഷവും സ്നേഹവും പെർഫോമൻസും ഒക്കെ വീണ്ടും കാണാൻ കൊതിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ വൈറൽ ചേട്ടത്തിമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.